അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ അതിൻ്റെ ബുക്ക് എഴുതുന്നത് രാജേഷ് സാഹബനാണ്. പിന്നെ ഇവരൊക്കെ ഇത് പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു നൃത്ത പ്രാധാന്യമുള്ള വേഷം ആണ്. ആ വേഷം ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുട്ടി അന്വേഷണം വന്നത്. ഒരു നർത്തകിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ ബേസ് ചെയ്തൊരു കഥയാണ്. അപ്പോൾ കലോത്സവ വേദിയിൽ നിന്ന് അങ്ങനെ പറ്റിയൊരു കുട്ടിയെ കണ്ടെത്താൻ പറ്റുന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ കുറേ ഒപ്പന ഇവിടെ കുച്ചിപ്പുടി കേരള നടനം കാണാൻ പറ്റുന്നത് കാണുന്നുണ്ട്. പിന്നെ പത്രങ്ങളിൽ വരുന്ന ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടികളെ രണ്ടാം സ്ഥാനം കിട്ടിയ കുട്ടികളുടെ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് അവരെ നേരിട്ട് വിത്തൗട്ട് മേക്കപ്പ് കാണാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് താല്പര്യമുണ്ടോയെന്ന് അറിയണം. ചില ആൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ തുടർന്ന് ഓഡീഷൻ പോലെയുള്ള പരിപാടികൾ നടത്തും. എന്നിട്ട് ഫൈനലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതാണ്. അത് ഞാൻ മാണിക്കക്കല്ലിൽ എനിക്ക് പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കാൻ 13 കുട്ടികളായിരുന്നു പ്രധാന വേഷം ചെയ്യാൻ ആവശ്യമുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയെ ഞാൻ കോഴിക്കോട് വെച്ച് ഇതുപോലെ കലോത്സവ വേദിയിലാണ് കണ്ടെത്തിയത്. കോഴിക്കോട് സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന വർഷം ഈ കുട്ടിയുടെ കണ്ടിട്ടാണ് ഒരു കുട്ടിയായിരുന്നു കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും മഞ്ജുവാർക്ക് ശേഷം അങ്ങനെ ആൾ ഇതുപോലുള്ള വേദികൾ വന്നിട്ടില്ല. ഒരു ശ്രമം നടത്തി നോക്കാം എന്ന് മാത്രം. എന്താണ് സിനിമയുടെ ത്രെഡ്? എന്താണ് അങ്ങനെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താറായിട്ടില്ല. എന്തായാലും ഒരു വളരെ അഭിനയ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് ഉള്ള അന്വേഷണമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയെ ഒരു എന്താ പറയുക ഒരു സാധാ ഓഡിഷൻ നടത്തിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല. ഒരു ജെനുവിൻ ഒരു കലാകാരിയായിരിക്കണം. ഒരു കലാകാരിയുടെ എല്ലാ മാനറിസങ്ങളും ഉൾപ്പെടുന്ന ഒരു കുട്ടിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വെയിലും ഒക്കെ കൊണ്ട് നമ്മൾ മാസ്കും ഗ്ലാസ്സും ഒക്കെ ഇട്ട് പിന്നെ ഒരു ടാലൻറ്റ് ഹണ്ടെന്ന് തന്നെ പറയാം.